glorious moments. ഉൽപ്പത്തി 17-ാമത്തെ അധ്യായത്തില് ഈ സുന്നത്തയക്കിനെ പറ്റി പറയുന്നുണ്ട്. തലമുറയായി നിങ്ങൾ പുരുഷ പ്രജയ്ക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. 17:12. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലക്ക് വാങ്ങിയതായാലും ശരി. 13. നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവന് പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്ത് നിത്യ നിയമമായിരിക്കണം. 14. അഗ്രചർമ്മിയായ പുരുഷ പ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയാൻ അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ യേശു വരെ പരിച്ഛേദന ഏറ്റു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് എവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ക്രിസ്ത്യാനികളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കാര്യം ഇല്ലാതായിപ്പോഴും എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ. എന്തായാലും അത് കൃത്യമായിട്ട് അത് ജൂത നിയമമാണ്. ജൂതന്മാരത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. യേശുവും ചെയ്തു എന്ന് വെച്ചാൽ യേശുവും ജനിക്കുമ്പോൾ ഒരു ജൂതനായിരുന്നു. പക്ഷേ ഇന്ന് ജൂതന്മാരെന്തായാലും ഈ ലോകത്തിൽ 2% താഴെയാണ്. 1%, 1.5% ഞാനെങ്കിലും എൻ്റെ വഴിക്ക് എപ്പോഴും ഞാൻ കൂടുതലിടാറുണ്ട്. 2% താഴെയാണ് അവരെന്തായാലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 25% വരുന്ന ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 200 കോടിയോളം 180-200 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽ ഇതുപോലൊരു വചനം, പരിച്ഛേദനം ചെയ്യണം എന്നുള്ളൊരു വചനം ഖുറാനിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഖുറാനിൽ പറയാത്തൊരു കാര്യത്തെ എന്തിനാണ് മെഹബൂബും ഞാനും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അടക്കം ചെയ്യുന്നത് എന്ന് മെഹബൂബിന് എന്തെങ്കിലും പറയാവോ? അഭിപ്രായം പറഞ്ഞു. ചോദ്യത്തിന് ആൻസർ ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ്, ആരും എടുക്കാൻ ഒരു മിനിറ്റ് സാറേ, ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. ആദ്യം ഉത്തരം പറഞ്ഞു കൃത്യമായിട്ട്. പഴയ നിയമത്തിൽ ജൂതന്മാരുടെ പുസ്തകം തനാക്കില് ചോദ്യത്തിന് ഉത്തരം അത് ചെയ്യുന്നുണ്ട്. ജൂതന്മാരെ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ക്ഷമിച്ചായ ഞാൻ ക്രിസ്ത്യാനികളിലേക്ക് കിടക്കുന്നില്ല. ഞാൻ എടുക്കുന്നത് തനാക്ക് ജൂതന്മാരുടെ പുസ്തകമായിട്ടാ. ഞാൻ എന്റെ ചോദ്യം ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പരിച്ഛേദന ചെയ്യുന്നില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആർക്കും ഉണ്ടാകാവുന്ന സ്വാഭാവിക സംശയമാണ്. അപ്പൊ ഈ പരിച്ഛേദന എന്ന കൽപ്പന കൊടുക്കുന്നത് അബ്രഹാമിനാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളമാണ്, കവനന്റ് സൈൻ ആണ് പരിച്ഛേദന. അപ്പൊ അബ്രഹാമിനോട് ചെയ്യുന്ന കവനന്റ് എന്താണ്? നിന്റെ സന്തതി മൂലം സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് ആ കവനന്റ്. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ സന്തതി, നിന്റെ സന്തതികൾ മൂലമെന്നല്ല, അനുഗ്രഹം സന്തതി മൂലമെന്ന ഏകനെ കുറിച്ചാണ് പറയുന്നത്. ആ ഏകൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ എന്ന് പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തു വരുന്നത് വരെയാണ് ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഉടമ്പടി യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ഇനി എന്താണ് പരിച്ഛേദന എന്ന് നോക്കിയാൽ, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രചർമ്മം ഛേദിച്ചു കളയുകയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പുരുഷ ലിംഗത്തിന്റെ അറ്റം മറഞ്ഞിരിക്കുന്നതാണ്, കവേർഡ് ആണ്. അപ്പൊ കവേർഡ് ആയതിനെ അൺകവർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുക. അതാണ് ഈ അഗ്രചർമ്മം. അത് എന്തിന്റെ അടയാളമാണ്? സ്വഭാവപ്രകാരം മറഞ്ഞിരിക്കുന്ന ഈ ലിംഗത്തിന്റെ അഗ്രം അതിന്റെ സ്കിന്ന് മാറ്റിക്കളയുകയാണ്, അതിനെ വെളിപ്പെടുത്തുകയാണ്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ സ്വഭാവപ്രകാരം ദൈവം മറഞ്ഞിരിക്കുകയാണ്. ബൈ നേച്ചർ ഗോഡ് ഈസ് ഇൻവിസിബിൾ. അപ്പൊ അദൃശ്യനായ ഈ ദൈവം ദൃശ്യമാവുകയാണ്. എവിടെ? ജഡത്തിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ആ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിക്കുന്ന ഒരു അടയാളമാണ് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ, യേശു ജനിക്കുന്നതോടുകൂടെ ആ പരിച്ഛേദനയുടെ പ്രസക്തി അവസാനിച്ചു. കാരണം ഇന്ന് നമുക്ക് യേശുവിനെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ വചനം എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഇൻവിസിബിൾ ആയിരുന്നു ഈ ദൈവം, ഇപ്പോൾ ദൈവം വിസിബിൾ ആയിരിക്കുന്നു. അതായത് അബ്രഹാം മുതൽ യേശു കർത്താവ് വരെ അവർ പരിച്ഛേദന ചെയ്ത് പ്രഖ്യാപിച്ച ആ സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരിച്ഛേദിതരായിരിക്കുന്ന ഓരോ പുരുഷന്മാരും ആ പരിച്ഛേദനയെ കാണുമ്പോൾ, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പരിച്ഛേദന ഇല്ലെന്ന് വെച്ചാൽ സ്ത്രീകളും അത് പുരുഷന്റെ പരിച്ഛേദന കാണുമ്പം അവർ ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്?
അദൃശ്യനായ ദൈവം ദൃശ്യനായി. അതുകൊണ്ട് പരിച്ഛേദന ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ മുസ്ലിങ്ങളും തങ്ങളുടെ പരിച്ഛേദിത അവയത്തെ കാണുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ പ്രഘോഷണമാണ്. അത് അബ്രഹാമിനെ മുൻകൂട്ടി അറിയിച്ച സുവിശേഷമാണ് എന്ന് മനസ്സിലാക്കുക. അബ്രഹാമിനെ അറിയിച്ച സുവിശേഷത്തിന്റെ അടയാളമാണ് പ്രിയ മുസ്ലിം സഹോദരന്മാരെ നിങ്ങളും വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നിങ്ങളുടെ ലിംഗാഗ്രം പോലും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. താങ്ക് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.